സർക്കാർ രൂപീകരിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീഷിനെ ഗവർണർ ക്ഷണിച്ചു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ സതീശൻ ഗവർണറെ കണ്ട് പിന്തുണക്കത്ത് കൈമാറി. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ടി.എസ്. ഹരീഷ് വിവരങ്ങളുമായിട്ട്. ഹരി, അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. പിന്നീട് ഗവർണർ സതീശിനെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുന്നു തിങ്കളാഴ്ച തന്നെ. ഒപ്പം ആരൊക്കെ മന്ത്രിമാർ എന്നുകൂടി തീരുമാനത്തിലേക്ക് എത്തിയോ? അവസാന തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്തു, ചർച്ചകളൊക്കെ നടന്നു, അവസാനം ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നാളെ നമുക്ക് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് UDF-ന്റെ നേതൃയോഗമുണ്ട്. ഇന്നിപ്പോൾ ഘടകകക്ഷികളെല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. നാളെ ഈ നേതൃയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകൂ. ഈ നേതൃയോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലെത്തും. ആരൊക്കെ മന്ത്രിമാരാകും, എത്ര മന്ത്രിമാർ, ഓരോ ഘടകകക്ഷിക്കും എത്ര മന്ത്രിമാർ എന്നുള്ള കണക്കിനുള്ള ഒരു തീരുമാനം വൈകിട്ടത്തെ നേതൃയോഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു ഫൈനലായിട്ടുള്ള ഒരു അറിയിപ്പ് മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. 18-ാം തീയതി തന്നെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പാർട്ടിയിലെ നേതൃത്വത്തിൽ തന്നെ പലരും അത് ഉറപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ മന്ത്രിമാരും അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. കാരണം അതായത് കുറച്ചുപേർ മാത്രം സത്യപ്രതിജ്ഞ ചെയ്ത് മറ്റുള്ളവർ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക, അങ്ങനെ ഒരു രീതി വേണ്ട. അത് എല്ലാവരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നാളെ വൈകിട്ട് എത്താൻ തന്നെയാണ് സാധ്യത. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് 18-ാം തീയതി നടക്കുക. ഇന്നിപ്പോൾ വൈകിട്ട് വി ഡി സതീശൻ ഗവർണറെ പോയി കണ്ടിരുന്നു. പിന്തുണക്കത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ വൈകിട്ട് നേതൃയോഗത്തിന് ശേഷം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഒരു അവസാന തീരുമാനം, ആരൊക്കെ മന്ത്രിമാർ എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയും. ശരി.